കല്യാണ വീടുകളെക്കാൾ ഇന്ന് ഈഗോ പ്രകടിപ്പിക്കാനുള്ള വേദികളായി മരണ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തിയോ ആ കുടുംബമോ നമ്മുടെ സ്റ്റാറ്റസിന് നിരക്കുന്നതാണെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലകളിൽ നിന്നും പറന്നെത്തുന്ന നാം മരണപ്പെട്ട വ്യക്തി പാവപ്പെട്ട ആളോ സമൂഹത്തിൽ കൂടുതൽ വിലയില്ലാത്ത ആളോ ആണെങ്കിൽ ആ പരിസരത്തേക്ക് തന്നെ പോകാറില്ല എന്നു മാത്രമല്ല, ഒരു ഫോൺ ചെയ്ത് ആ കുടുംബത്തെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള മര്യാദ പോലും പ്രകടിപ്പിക്കാറില്ല എന്നതാണ് സത്യം. മദീന പള്ളിയുടെ മുറ്റം അടിച്ചുവാരിയിരുന്ന കറുകറുത്ത ഒരു സ്ത്രീ മരണപ്പെട്ട വിവരം അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കാതെ സ്വഹാബത്ത് കൊണ്ടുവന്ന് മറമാടി. കുറെ ദിവസം ആ സ്ത്രീയെ കാണാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ സ്ത്രീ എവിടെ പോയി? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ആ സ്ത്രീ മരണപ്പെട്ടു. ഞങ്ങൾ ആ സ്ത്രീയെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറടക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു. ഹബീബായ റസൂലുള്ളാഹി കഠിനമായ ഭാഷയിൽ അവരോട് ചോദിച്ചു, ഹല്ല ആദം തുമൂനി, നിങ്ങൾക്കെന്നെ വിവരമറിയിച്ചുകൂടായിരുന്നോ? പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ അള്ളാഹുവിന്റെ റസൂല് നേരെ ഖബർസ്ഥാനിലേക്ക് ചെന്നു. സഹാബത്തിനോട് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, എവിടെയാണ് ആ സ്ത്രീയുടെ ഖബർ എനിക്ക് കാണിച്ചു തരിക? സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഖബർ കാണിച്ചു കൊടുത്തപ്പോ ഹബീബായ റസൂലുള്ളാഹി ആ ഖബറിന്റെ അരികിൽ പോയി നിന്ന് ആ സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വീടിന്റെ മതിലുകൾക്ക് വലിപ്പം കൂടുന്നതോ പേഴ്സണൽ അക്കൗണ്ടിലെ ഡിജിറ്റൽ നമ്പറുകളുടെ എണ്ണം കൂടുന്നതോ എന്നും അയൽവാസ ബന്ധങ്ങളെയോ ഇസ്ലാമിക മൂല്യങ്ങളെയോ എന്നല്ല മാനുഷിക പരിഗണനകളെയോ പരിഗണിക്കാതിരിക്കാനുള്ള കാരണങ്ങളായി മാറരുത്. അപ്പോഴാണ് നാം യഥാർത്ഥ മുസ്ലിമാകുന്നതും ഒരു നല്ല മനുഷ്യനായി തീരുന്നതും.